Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer പറഞ്ഞോ കേട്ടോ. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Prayer പറഞ്ഞോ കേട്ടോ. പാടാം മാം. എങ്ങുമെങ്ങും നിറയൽ വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മീടലും തുല്യമാക്കിയിടും ശക്തിയും നീയല്ലോ കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും ബുദ്ധദേവന്റെ കാരുണ്യശീലവും ക്രിസ്തുവിൻ ത്യാഗബുദ്ധിയും സ്നേഹവും ബാപ്പുജി തന്നഹിംസയും നീയല്ലോ നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ വിളങ്ങിയിടണമേ എങ്ങുമെങ്ങും നിറയൽ വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഗുഡ് മോർണിംഗ് മാം. നന്നായിരുന്നു ടാഗില. താങ്ക് യു മാം. Signing and thought of the day ആരൊക്കെയാ? Yes, ma'am. Sign in Tanuja. Good morning, ma'am. Good morning, my dear friends. I am Tanuja from Malapura. I hope you are all well. I am fine. Today I am going to sign in Aparna ma'am's class. Aparna ma'am and all my classmates are invited to our class today. Let's start today's class with the words of Kunjuni Mash. വളർന്നു വരുമ്പോൾ പെൻസിൽ മാറ്റി പേന വെച്ച് തരുന്നത് എന്തിനാണെന്നറിയോ? ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയാൽ മായ്ക്കാൻ എളുപ്പമല്ലെന്ന ബോധം വളരാൻ. താങ്ക് യു അപർണ മാം ഫോർ സ്പെയറിംഗ് യുവർ വാല്യുബിൾ ടൈം ഫോർ us. താങ്ക് യു. Thought of the day. Good morning, ma'am. Good morning, everyone. I am Febina. Today's thought is, no one is born happy, but everyone is born with the ability to create happiness. ആരും സന്തോഷത്തോടെ ജനിക്കുന്നില്ല, പക്ഷെ എല്ലാവരും സന്തോഷം സൃഷ്ടിക്കാനുള്ള കഴിവോടെയാണ് ജനിക്കുന്നത്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. Thank you. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നീഡ്സ് ആണ്. അതിൽ സൈക്കോളജിക്കൽ നീഡ്സ്. ഞാൻ ആദ്യം മുതൽ ഒന്നും കൂടി പറയാം. നീഡ്സ് ഒന്നും കൂടി പറയാം. ഒന്ന് സൈക്കോളജിക്കൽ നീഡ്സുകൾ ആദ്യം പറഞ്ഞു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം വേണ്ട നീഡ്സുകളാണ് ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, റെസ്റ്റ്, ആക്ടിവിറ്റീസ്, എക്സസൈസ്, ഹൈജീൻ. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്കറിയാം ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്ങും സ്ലീപ്പും റെസ്റ്റ് ഒക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത റോൾ ഓഫ് ഇമോഷൻ ആണ്. ഓരോ വ്യക്തിയിലും ഇന്ന ഇമോഷൻസുകൾ ഉണ്ട്, ഇന്ന രീതിയിൽ
രീതിയിലുള്ള ഇമോഷൻസ് ആണ് ഉള്ളത്. നമ്മള് പറഞ്ഞ ഏതൊക്കെയായിരുന്നു? അഫെക്ഷൻ, ഹ്യൂമർ, ഫിയർ, ആങ്കർ, സാഡ്നെസ്, ഹാപ്പിനെസ്. ഇതെല്ലാം കണക്റ്റഡ് ടു ചൈൽഡ് ആണ് നമ്മൾ പറഞ്ഞത്. കുട്ടികൾക്കുള്ള ഇമോഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അഫെക്ഷൻ ആണ്, അല്ലെ? നമ്മളുടെ ഒരു വാത്സല്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെയാണ് അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ അവർക്ക് ഹ്യൂമർ, തമാശ പറയാം, അവരുടെ പേടികൾ മാറ്റിക്കൊടുക്കാം, അവരോട് ദേഷ്യപ്പെടാതിരിക്കാം. അപ്പോൾ ഇതെല്ലാം കുട്ടികളുടെ ഇമോഷൻസ് ആണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ സോഷ്യോ ഇമോഷണൽ നീഡ്സ് പറഞ്ഞു. അതിലാണ് മെയിൻ ആയിട്ട് ലവ് ആൻഡ് സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞത്. നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. അപ്പൊ അവർ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണം എന്നാണ് ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അവരുടെ വീട്ടില് സേഫ് ആണ്, ഫാമിലിയില് സേഫ് ആണെന്നുള്ള ഫീലിംഗ് കുട്ടികൾക്ക് കിട്ടണം. അപ്പൊ അവർക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസും ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജും അതേപോലെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സെൽഫ് കൺട്രോൾ ഒക്കെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ. അവരെ കൊണ്ട് അവരുടെ ഏജിനനുസരിച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിക്കണം. എന്നാൽ അവർ ഓട്ടോമാറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. അണ്ടർ അഡൽട്ട് സൂപ്പർവിഷൻ, മുതിർന്നവരുടെ സൂപ്പർവിഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ കൊണ്ട് അവരവരുടെ ഏജിനനുസരിച്ച് ചെറിയ ആക്ടിവിറ്റീസ് ആണെങ്കിലും അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. അതിൽ നീഡ്സ് പറഞ്ഞു. സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ആദ്യം പറഞ്ഞത്. സോറി, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ആദ്യം പറഞ്ഞത്. ഫിസിയോളജിക്കൽ നീഡ്സിലായിരുന്നു ഞാൻ പറഞ്ഞ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എല്ലാം വന്നത്. ദെൻ നീഡ് ഫോർ സെക്യൂരിറ്റി വന്നു. അവർ സേഫ് ആണ്, മറ്റ് ഹാർംഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നല്ല, അവർ സേഫ് ആണെന്നുള്ള ഫീലിംഗ് ആണ് നീഡ് ഫോർ സെക്യൂരിറ്റിയിൽ പറഞ്ഞത്. നീഡ് ഫോർ ബിലോങ്നെസ് വെച്ചാൽ അവർ വേണം, നമുക്ക് ഒരു നമ്മളെ കുട്ടികൾ വേണം എന്നുള്ളൊരു നീഡാണ് അവിടെ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. നമ്മൾ സെൽഫ് കോമ്പിറ്റന്റ് ആണ്, ഒരു കാര്യം ചെയ്യാനായിട്ട് അവര് മോട്ടിവേറ്റഡ് ആണ്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അവർ ഒരു കാര്യം സ്വയമേ ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പറഞ്ഞത്. ഓക്കെ, ഞാൻ നീഡ് ഫോർ ഹൈറാർക്കി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പലതരം നീഡ്സ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ നേരത്തെ സൈക്കോളജിക്കൽ നീഡ്സ് കുറെ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാ വ്യക്തികൾക്കും, കുട്ടികൾക്ക് തന്നെയല്ല, നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ്സിനും നീഡ്സ് ഉണ്ട്. ഈ നീഡ്സ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ്. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആണ് പറഞ്ഞത്. രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ് പറഞ്ഞത്, അല്ലെ? നീഡ് ഫോർ സെക്യൂരിറ്റി. കുട്ടികള് ശരിക്കും എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവര് സേഫ് ആണ്, അവര് വേറെ ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നൊക്കെ സേഫ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എവിടെ വരുന്നത്? നീഡ് ഫോർ സെക്യൂരിറ്റിയിൽ വരുന്നത്. മൂന്നാമത്തെ നീഡാണ് ഹൈറാർക്കിയിലുള്ളത്, ലവ് നീഡ് അല്ലെങ്കിൽ നീഡ് ഫോർ അഫെക്ഷൻ. കുട്ടികളെ വാത്സല്യത്തോടെ പരിഗണിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ഒരാളുണ്ട് എന്നുള്ളൊരു നീഡാണ് ഇവിടെ വരുന്നത്. നീഡ് ഫോർ അഫെക്ഷൻ അല്ലെങ്കിൽ ബിലോങ്നെസ്സിൽ വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് നീഡാണ് എക്സ്റ്റീം നീഡ്. എക്സ്റ്റീം നീഡിലാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. അവരെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഓരോ ആക്ടിവിറ്റീസ് അവർ ചെയ്ത് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവരെ എന്ത് ചെയ്യണം? നമ്മൾ എൻകറേജ് ചെയ്യണം. അവരുടെ ഏജിനനുസരിച്ച് ഓരോ ടാസ്കുകളൊക്കെ അവർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ അവര് ഫസ്റ്റ് തന്നെയുള്ള എന്ത് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് നമ്മൾ അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഏത് നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഹൈറാർക്കി നീഡ്സിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നീഡ്സ് ആണ്, നീഡ്സ് കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ഹെൻറി മൊറേ ഒത്തിരി നീഡ്സുകൾ പറയുന്നുണ്ട്. അദ്ദേഹം സജസ്റ്റ് ചെയ്ത നീഡ്സുകൾ നമ്മൾ റീഡ് ചെയ്തു. മാസ്ലോയുടെ നീഡ്സ് നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഡെഫിസിറ്റ് നീഡ്സ് ആണ്, പിന്നെ ഗ്രോത്ത് നീഡ് ആണ്. ഈ ഡെഫിസിറ്റ് നീഡ്സിലാണ് നമ്മളുടെ ഏതൊക്കെ വരുന്നത്? ഫിസിയോളജിക്കൽ നീഡ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്?
ഫിസിയോളജിക്കൽ നീഡ് വരുന്നുണ്ട്, സേഫ്റ്റി നീഡ് വരുന്നുണ്ട്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് വരുന്നുണ്ട്, എക്സ്റ്റിം നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എവിടെയാണ് വരുന്നത്? ഗ്രോത്ത് നീഡിലാണ് ഏത് വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. ഇത്രയുമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓർമ്മയുണ്ടോ? മാം പേജ് നമ്പർ ഒന്ന് പറയാമോ മാം? എന്താണ് പേജ് നമ്പർ? 71. 71. താങ്ക്സ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പാരഗ്രാഫ് ഇതായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഇവിടെ വരെയല്ലേ ഡിസ്കസ് ചെയ്തത്? നമുക്കൊന്നും കൂടി നോക്കാം. മാസ്ലോ അറേഞ്ച് ചെയ്തിട്ട് നീഡ് ഹൈറാർക്കി എന്ത് ബേസിലാണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അത് ഫുൾ ആയിട്ട് സെയിം കൺസെപ്റ്റ് റീഡ് ചെയ്ത് വരുന്നത്. അപ്പൊ എബ്രഹാം മാസ്ലോ അറേഞ്ച്ഡ് ദ നീഡ്സ് ഇൻ എ ഹൈറാർക്കി. ആദ്യമാണ് നീഡ് ഓഫ് ഹൈറാർക്കി തിയറി ചോദിച്ചു നമ്മൾ ആൻസർ ചെയ്തത്. എബ്രഹാം എന്താണ്? ക്ലിയർ ആവുന്നില്ല മാം, എന്തോ ഒരു എക്കോ സൗണ്ട് പോലെ. വോയിസിലാണ് പ്രശ്നം. നോക്കട്ടെ കേട്ടോ. അതിപ്പോ ശരിയാവുണ്ട്. നോക്കി ഇനി എന്തെങ്കിലും ക്ലിയർ ആവാതിട്ടുണ്ടെങ്കിൽ പറയണോ കേട്ടോ. അപ്പോ എബ്രഹാം മാസ്ലോന്റെ നീഡ് ഓഫ് ഹൈറാർക്കി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ അതില് എബ്രഹാം മാസ്ലോ അറേഞ്ച് ദ നീഡ്സ് ഇൻ എ ഹൈറാർക്കി. ഒരു ഹൈറാർക്കി പോലെയാണ് ഇങ്ങനെ നീഡ്സ് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. He involved his own system of needs and classified them. അദ്ദേഹത്തിന്റെ നീഡ്സുകൾ 5ആയിട്ട്, അദ്ദേഹത്തിന്റെ സിസ്റ്റം ഓൺ നീഡ്സ് എന്ന് പറയുന്ന 5ആയിട്ടാണ് അദ്ദേഹം നീഡ്സുകൾ ക്ലാസിഫൈ ചെയ്തത്. എന്നിട്ട് ഈ നീഡ്സുകളെ തന്നെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെഫിസിറ്റ് നീഡും മറ്റൊന്ന് ഗ്രോത്ത് നീഡുമാണ്. ഡെഫിസിറ്റ് നീഡ് കൺസിസ്റ്റ് ഓഫ് physiological requirements such as hunger, thirst. Once these needs are fulfilled, the person tries safety needs, belongingness needs, and extreme needs. അപ്പൊ എന്താ പറയുന്നത്? ഫസ്റ്റ് നീഡാണ് എബ്രഹാം മാസ്ലോയുടെ ഫസ്റ്റ് നീഡ് ഓഫ് ഹൈറാർക്കി വരുന്ന ഫസ്റ്റ് നീഡ് ഏതാണ്? ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡാണ്. അതിലാണ് നമ്മുടെ ഫുഡും ഷെൽട്ടറും ഒക്കെ വരുന്നത്. ഈ ഒരു നീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരാണ് അവർ നെക്സ്റ്റ് നീഡിലേക്ക് വരും. നെക്സ്റ്റ് നീഡ് ഏതാണ്? സേഫ്റ്റി നീഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിലോങ്നെസ് നീഡ്, ദെൻ എക്സ്ട്രീം നീഡിലേക്ക് പോകും. അണ്ടർ ഗ്രോത്ത് നീഡ് there is only one need such as self actualization need. ഗ്രോത്ത് നീഡിനെ സംബന്ധിച്ച് ആകെ ഒരൊറ്റ നീഡേ ഉള്ളൂ. ഏതാണത്? സെൽഫ് ആക്ച്വലൈസേഷൻ. ഡെഫിസിറ്റ് നീഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഫിസിയോളജിക്കൽ നീഡ് വരുന്നുണ്ട്, മാർക്കിയുണ്ടോ? സേഫ്റ്റി നീഡ് വരുന്നുണ്ട്, ബിലോങ്നെസ് നീഡ് വരുന്നുണ്ട്, എക്സ്ട്രീം നീഡ് വരുന്നുണ്ട്. മാം അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് മാം. എന്താണ്? ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുമോ? അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. ഡെഫിസിറ്റ് നീഡില് ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും ബിലോങ്നെസ് നീഡും എക്സ്ട്രീം നീഡ് വരുന്നുണ്ട്. നമ്മളുടെ നീഡിനെ ശരിക്കും പറഞ്ഞാൽ 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡെഫിസിറ്റ് നീഡെന്നും ഗ്രോത്ത് നീഡെന്നും. അപ്പൊ ഡെഫിസിറ്റ് നീഡിൽ 4 നീഡ്സ് ആണ് വരുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ബിലോങ്നെസ് നീഡ്, എക്സ്ട്രീം നീഡ്. ഗ്രോത്ത് നീഡിന് ആകെ ഒരു കാറ്റഗറി, 1 നീഡേ ഉള്ളത്. എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ. മാസ്ലോ ആസ് എ ഹ്യൂമനിസ്റ്റ് ബിലീവ്ഡ് ഇൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ഹ്യൂമനിസം. അപ്പോ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കാരണം ഓരോ വ്യക്തികളുടെയും നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. The order of needs begins from the basic survival to higher order needs. അപ്പൊ ബേസിക് ആയിട്ടുള്ള നീഡിൽ നിന്ന് ഹയർ ആയിട്ടുള്ള ഓർഡറിലേക്കാണ്, താഴത്ത് നിന്ന് മുകളിലേക്കാണ് നമ്മുടെ നീഡ്സ് പോകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സേഫ്റ്റി നീഡ്സ്, ദെൻ ബിലോങ്നെസ് നീഡ്സ്, ദെൻ ആണ് എക്സ്ട്രീം ഏറ്റവും ലാസ്റ്റ് വരുന്നത്, ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ.
There are physiological needs, safety needs, love and belongingness needs, esteem needs and self-actualization needs. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നീഡ്സ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ്സ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ സർവൈവൽ. ഒരു വ്യക്തിയുടെ സർവൈവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡാണ് ഏത്? ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്തൊക്കെയാണ്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. When these needs are not fulfilled for long time, ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഈ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എങ്കിൽ other needs will be retreat to background. ബാക്കി നീഡ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ബാക്കി എല്ലാ നീഡ്സും അവിടെ തന്നെ റിട്രീവ് ആവും, സ്റ്റോപ്പ് ആയിട്ട് അവിടെ ബ്ലോക്ക് സ്റ്റോപ്പ് ആവും. Maslow makes the difference between need deprivation and need gratification. നീഡ്സിനെ കുറിച്ചിട്ട് ഇവിടെ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾ പറയാണ്, when a boy or girl is devoid of food, he or she will motivate to do something to become dominant. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിക്ക് എന്താ പറയാ, ഫുഡ് കിട്ടുന്നില്ല, ബോയോ ഗേളോ ആവട്ടെ, അവർക്ക് ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ അവർ എന്തെങ്കിലും ആ ഫുഡ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും മോട്ടിവേറ്റ് ആകും. എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് ഫുഡ്. അപ്പൊ കുട്ടികൾക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യും, ഫുഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. As children do not know the method how to protect themselves, they must be properly protected. നമുക്കറിയാം കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞൂടാ. അപ്പോ ഇന്നത്തെ ഏജ് വരെ പാരന്റ്സിന്റെ കെയർ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ അവരെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോ പാരന്റ്സ് ഇല്ലാത്ത കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. Love and belongingness need is based on social development of the individual. Love and belongingnessലേക്ക് വരുമ്പോൾ നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് അതേപോലെ പാരന്റ്സിന് ആ ഒരു രീതി നമ്മുടെ കെയറിങ്ങും ഒക്കെയാണ് അവിടെ വരുന്നത്. Children who have been devoid of love frequently develop symptoms of maladjustment. ഒരുപാട് നാളായിട്ട് സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനകളോ ഒന്നും കിട്ടാതെ വളരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മുടെ സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. The need for love and affection emerges during infancy. അപ്പൊ കുട്ടിക്കാലത്ത് മുതലാണ് ഈ ലവ് ആൻഡ് അഫെക്ഷൻ നീഡ് എന്ത് ചെയ്യുന്നത്, എമർജ് ചെയ്ത് തുടങ്ങുന്നത്. When affectionate relationship are established, ഈ ടൈമിലാണ് ഏറ്റവും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. They become powerful force for motivation. നമ്മുടെ പവർഫുൾ ഫോഴ്സ് ഈ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പാരന്റ്സും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഈ അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് ആണ് മോട്ടിവേഷൻ ഉള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ്. A teacher who is warm-hearted is always liked by the students. നല്ല സ്നേഹത്തോടു കൂടി കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കേട്ട് അവരുടെ ഒപ്പം അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. Thus need emphasize on need for identification with group life. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ നുണ പറയുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒന്നും വരുന്നില്ല. ഫോർമേഷൻ ഓഫ് ദി സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയുടെ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിലാണ്? ഈ ബിലോങ്ങിങ്നെസിന്റെയും ലവ് നീഡിന്റെയും സ്നേഹത്തിന്റെയും ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മുടെ സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ് ഉണ്ടല്ലോ, മാസ്ലോയുടെ ഈ ഒരു പാരഗ്രാഫ് ഫുൾ ആയിട്ടൊന്ന് വായിച്ചേ. ഡെഫിസിറ്റ് നീഡും ഗ്രോത്ത് നീഡും ഒന്ന് വായിച്ചേ. മാം ഞാൻ പേജ് നമ്പർ കണ്ടില്ല. 71ാമത്തെ പേജിലില്ലല്ലോ മാം ഇത്. 71 പേജിലുണ്ട്. 72, 71 and 72.
പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് പറയാമോ? കണ്ടില്ല. നീഡ്സ്. ഇനി കിട്ടിയാടോ എന്തോ എന്നെ മാം? ചാപ്റ്റർ കിട്ടിയാ? ഇല്ല മാം, എനിക്ക് കിട്ടിയില്ല. നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ ഈ ഭാഗം. 71ാമത്തെ പേജാണ് ദ നീഡ് കൺസെപ്റ്റ്. ആണോ? 71ാമത്തെ പേജിൽ എനിക്ക് വേറെ ഭാഗം കിടക്കുന്നത്. 12 വേർഡ്സ് റിഫറിങ് ദ ടു മണി, ഡിസ്റ്റൻസ്, വെയിറ്റ്, എക്സ്ട്രാ, അതൊക്കെയാണ് കിടക്കുന്നത് എൻ്റെ ഇതില്. പിന്നെ ഇത് ദിസ് സിസേഴ്സ് ആർ ബ്ലണ്ട് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ദർ ഈസ് എ ന്യൂ പെയർ ഓഫ് സ്പെക്സ്. ഈ ഭാഗം കാണുന്നില്ല അതിന്. അത് ഏത് നോക്കിയിട്ടില്ല. മൊഡ്യൂളാ? മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 ആണോ? അതെ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇടയ്ക്ക് മൊഡ്യൂൾ 1 യൂണിറ്റ് മൊഡ്യൂൾ 2 ആണ് ഞാൻ എടുത്തത്. അപ്പൊ അതുകൊണ്ടാടാ, അത് ഇംഗ്ലീഷാണ്. മൊഡ്യൂൾ 2 ഇംഗ്ലീഷാണ്. ഓക്കെ മാം. ഞാൻ ഇടയ്ക്ക് റെക്കോർഡ് ക്ലാസ് കാണുന്നു. ഇടയ്ക്ക് എനിക്ക് കാണാൻ പറ്റില്ല, അതാ. ഓക്കേടാ. ഞാൻ എന്റെ ഹസ്ബൻഡിന് ഈയിടെ ആക്സിഡന്റ് സംഭവിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ക്ലാസ് കയറിയില്ല, അതുകൊണ്ട്. കിട്ടി മാം, കിട്ടി. കിട്ടി. ഓക്കെ. എല്ലാവരും വായിച്ചു നോക്കിയോ മാസ്റ്റോ? ഈ പോർഷൻ വായിച്ചു നോക്കിയോ? ഈ ബിലോങ്നെസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ബിലോങ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വേണം. നമ്മള് എന്താ പറയാ, ഒരു എന്താണ് നമ്മൾ ആ ഒരു എന്താണ് പറയാ, നമ്മൾ ആ ഒരു കുട്ടികളെ വേണം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ബിലോങ്നെസ് കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാല് ഉൾപ്പെടുത്തുക, അവരുടെയും കൂടി അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തുക, അങ്ങനെ ഒരു മീനിങ്. ചില എല്ലാ കാര്യത്തിലും അവരുടെയും കൂടി ഒരു പാർട്ടിസിപ്പേഷനും ആ ഒരു ബിലോങ്നെസ്സും ഉൾപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. നമ്മൾ അവരെയും കൂടി നമ്മളുടെ ഒരു ഇതിലേക്ക് വെച്ചാല് കുട്ടികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവരുടെ അഭിപ്രായങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരോട് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യം. നമ്മൾ അവരെ വേണം എന്നുള്ളൊരു മീനിങ്ങാണ്. നമ്മളെ സംബന്ധിച്ച് അവരെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വേണം. മാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ക്ലാസ് എടുക്കുന്നുണ്ടോ? ഞാനൊരു യൂട്യൂബിൽ കണ്ടായിരുന്നു മാമിന്റെ. എടുക്കുന്നുണ്ടോ? എന്താണ് മാം ഈ സ്മാർട്ട് ശ്രീയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. ഞാൻ ഇടയ്ക്ക് കയറാറുണ്ട്, പക്ഷെ എനിക്കാണ് എന്റെ മെയിൻ അവിടെ ഫിക്സേഴ്സിന്റെ ഷോർട്ടേജ് വരുമ്പോൾ ഞാൻ കയറാറുണ്ട്. പോർഷൻ തീരാനൊക്കെ ആവുമ്പോ, അല്ലാതെ എടുക്കാറില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പൊ കോട്ടൊക്കെ ഇട്ട് അവിടെ എടുക്കുന്നല്ലേ, യൂണിഫോം ഒക്കെ? എനിക്കത് അത്ര അല്ല. എംസിയിൽ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്, സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷെ അവിടെ അത്രയും പറ്റില്ല നമ്മളുടെ ഇത്. അപ്പൊ ഞാനോ ശ്രുതി ടീച്ചറും ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കുറെ നാളായി എടുത്തിട്ട്, പഴയ വീഡിയോ ആയിരിക്കും ചിലപ്പോ, കുറച്ച് നാളായി എടുത്തിട്ട്. കുറച്ച് നാളായി. ഞാനൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിയതാ, അപ്പൊ ഇങ്ങനെ കണ്ടയാ. അത് ആ സമയത്ത് എനിക്ക് ബാച്ച് കുറവായിരുന്നു. അപ്പൊ നമ്മള് ക്ലാസ് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കയറുന്നുണ്ട്. അല്ലാതെ അവിടെ വേറെ സ്റ്റാഫ്, ശരിക്കും പറഞ്ഞാൽ അത് വേറെ ഹെഡാണ്, വേറെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എംപിയുടെ അല്ല. രണ്ട് ഡിപ്പാർട്ട്മെന്റാ, 3 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട്. 3-4 കുറെ നമ്മൾ ഓരോ കോഴ്സിനും അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് നീഡ്സ് ആണ്. ക്ലിയർ ആണോ ഈ നീഡ്സ്? എനിക്ക് തോന്നുന്നു നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു പോർഷൻ. മാസ്റ്റർ നീഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സില് പഠിച്ചിട്ടുണ്ട്. കൊമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? യെസ് മാം, പഠിച്ചിട്ടുണ്ട്. ആണ്. മാസ്റ്റർ നീഡ് ഓഫ് ഹൈറാർക്കി പഠിച്ചിട്ടുണ്ടാവില്ലേ? 5 നീഡ്സുകള്. ഞാൻ പഠിച്ചിട്ടുണ്ട്.
അതെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള നീഡ്സ് ആണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ നീഡ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചാപ്റ്ററിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനോട്. ഗ്രൂപ്പിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നമുക്ക് ഡൗട്ട് ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്, വലിയ പാരഗ്രാഫ്, അത് ആരെങ്കിലും ഒന്ന് വായിക്കോ? അല്ലെങ്കിൽ ഞാൻ തന്നെ റീഡ് ചെയ്യാം, കാരണം സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയാം. ഞാൻ വായിക്കണം മാം. അന്ന് ആര്യ വായിച്ചു. ആര്യ വായിച്ചു. Okay, ma'am. The two type of esteem needs are the self-esteem, like self-respect and self-regard, and relation to self. Then there are the needs the constraining to the respect for others, such as reputation, status, and success, and fame. The need for status and prestige is present in every individual. Another type of esteem needs is feeling superior to the other. Failure and safety needs can be generated personally distance. The teacher attitude toward the student should be always be one of encouragement and appreciation for them. Education is way of the engaging their enhancing their family status. Maslow believed of that enough generation of the esteem need lessen the domination forces in the person's life. This makes him move in the direction of self-actualization. Self-actualization is very completed need. It is also described as the need for self-expression and the self-realization. It is moving towards perfection, which means fulfilling one's individual nature in all respects. അത് മതിയോ? താങ്ക് യു മാം. വായിക്കണമെന്ന് വിചാരിച്ചു, അതാ ഞാൻ വായിച്ചു പോയെ. കുഴപ്പമില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ട് ബാക്കി ഒരാൾക്കോട്ട് റെഡി ചെയ്യിപ്പിക്കാലോ. ഓക്കെ മാം. എക്സ്റ്റീം നീഡ്സ് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെൽഫ് റെസ്പെക്റ്റും സെൽഫ് റിഗാർഡ് ആണ്. ആത്മാഭിമാനം, ഒരു സെൽഫ് റിഗാർഡ്സ് ആണ് വരുന്നത്. റിലേഷൻ ടു സെൽഫ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സെൽഫ് റെസ്പെക്ട്, നമ്മൾ മറ്റുള്ളവരാൾ റെസ്പെക്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ, ഇപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ നമുക്കിത് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് അറിഞ്ഞൂടെ, പക്ഷെ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ഒക്കെ ചെയ്തു ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഒരു സ്കൂൾ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക റെസ്പെക്ട് ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്, ടീച്ചർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് വന്നത്. ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ റെസ്പെക്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടീച്ചറാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ടീച്ചറാണോ? ആണല്ലേ, ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്ന? നമ്മളോട് പ്രത്യേക ഒരു എന്താ പറയുക, ഒരു റെസ്പെക്ട് ആയിരിക്കും മറ്റുള്ളവർക്ക് നമ്മളോട് തോന്നുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, അതേപോലെ നമ്മൾ സംതൃപ്തി, നമുക്ക് ഒരു കംപ്ലീറ്റ് ചെയ്തു എന്നൊരു ഫീലിംഗ് ഇവിടെ വരും. ഇതാണ് എക്സ്റ്റീം നീഡ്സിൽ വരുന്നത്. നമ്മള് ഈ നീഡ്സ് ഏതാണ് എക്സ്റ്റീം നീഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ആക്സെപ്റ്റുകളാണ് പറയുന്നത്. റെപ്യൂട്ടേഷൻ, നമ്മൾ ആ ജോബ് പൊസിഷന്റെ ഹെഡ് ആണ്, ഓക്കെ, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, നമുക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ട്, നമ്മൾ ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് സക്സസ് അച്ചീവ് ചെയ്യാം, നല്ല ഫ്രെയിമാണ്, നമ്മൾ നല്ലൊരു ഇമേജ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഹെഡ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ HM ആണെന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിനേക്കാളും കുറച്ചും കൂടി വാലിഡ് ആയിരിക്കും HM ആയിരിക്കും. ഹെഡ് മാസ്റ്റർ, ഹെഡ് മിസ്സസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി വാലിഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് നമുക്കത് തോന്നും. ഇത് നമ്മുടെ സ്റ്റാറ്റസും പ്രസ്റ്റീജുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. പ്രസന്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസിനെയും പ്രസ്റ്റീജിനെയും അഭിമാനവും അതേപോലെ തന്നെ സ്റ്റാറ്റസിനെയും ആണ് എക്സ്റ്റീം നീഡ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്.
എക്സ്ട്രീം നീഡ് എന്ന് പറയുമ്പോൾ വേറൊരു ഫീലിംഗ് ആണ് സുപ്പീരിയർ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഹെഡ്, നമ്മളുടെ MP യുടെ ഹെഡ് ആരാണ്? ടീച്ചറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങളുടെ ഹെഡാണ്. അപ്പൊ ബാക്കി എല്ലാവരെക്കാളും കുറച്ചും കൂടി പവർ ആർക്ക് കൂടുതലാണ്? ടീച്ചർക്കാണ് ഉള്ളത്. നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും, ബാക്കിയുള്ളവരെല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ഒരു ഫീല്. അല്ല, ഫീൽ എന്നല്ല, നിയന്ത്രിക്കാം എന്നുള്ളൊരു റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നത്. ഫെയിലിയർ ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ക്യാൻ ബി ജനറേറ്റ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. നമ്മൾ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് ഈ നീഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ആ റെപ്യൂട്ടേഷൻ കിട്ടിയില്ല, നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ജോലി ചെയ്തിട്ടും നമുക്ക് ആ ഒരു പ്ലേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അതിന് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ ആ ചെയ്യുന്ന വർക്കിനോട് നമുക്കൊരു എന്താ പറയുക, ഒരു സംതൃപ്തിയോട് കൂടി, ആ 100% കോൺഫിഡൻസോട് കൂടി പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. വലിയ ജോബ് പൊസിഷനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിലോ അറിഞ്ഞ ഒരാൾക്കല്ലേ ആ ഒരു പോസ്റ്റ് കിട്ടുള്ളൂ, അയാൾക്കല്ലേ ആ റെപ്യൂട്ടേഷൻ ആ ഒരു പോസ്റ്റ് കിട്ടുള്ളൂ. ആ അടുത്ത കോമ്പറ്റ് ചെയ്ത ആൾക്ക് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം കുട്ടികളോട്? The teacher's attitude towards the students should always be one of encouragement and appreciation. നമ്മൾ കുട്ടികളെ എൻകറേജ് ചെയ്യണം, നല്ല രീതിയിൽ അപ്രിസിയേറ്റ് ചെയ്യണം. ഒരു കുട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവരെ അപ്രിസിയേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ എൻകറേജ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഫെയിൽ ആകുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, എല്ലാ എക്സാമിനും അവൻ ഫെയിലാണ്, പക്ഷേ അവനൊരു എക്സാമിന് പാസ്സായില്ല. അപ്പൊ നമ്മളത് കണ്ടില്ല എന്ന് വ്യക്തിയുണ്ട്, കാരണം ഇത്രയും നാൾ അവൻ ഫെയിലായിരുന്നു, നമ്മള് ഉപദേശിച്ചതിന്റെ ഒക്കെ ഭാഗമായിട്ട് അവൻ പാസ്സായിരുന്നു. പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ അവൻ എന്ത് ചെയ്യണം? അപ്രിസിയേറ്റ് ചെയ്യണ്ടേ. കാരണം അപ്പം എപ്പോഴും നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. അപ്പൊ ഇത്രയും നാൾ ഫെയിൽ ആയ ഒരു കുട്ടിയാണ്, പക്ഷെ അവന്റെ ഫുൾ എഫേർട്ട് എടുത്തായിരിക്കും അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? പാസ്സായിരിക്കുക. എന്നോട് പറയുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നീ നന്നായിട്ട് പാസ്സായിട്ടുണ്ട്, നല്ലതാണ്, ഇതേപോലെ തന്നെ നീ ട്രൈ ചെയ്യണം. അപ്പൊ അവൻ കുറച്ചും കൂടി കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. സോ അത് അവനൊരു എൻകറേജ്മെന്റ് ആയിട്ട് മാറും. For them, education is a way of enhancing their family status. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ ഒരു സ്റ്റാറ്റസ്, ഫാമിലിയുടെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോ പറയൂലേ, ആ ഫാമിലിയിലെ മൊത്തം മെമ്പേഴ്സും ഡോക്ടേഴ്സ് ആണ്, ഡോക്ടേഴ്സിന്റെ ഫാമിലിയാണ്. അപ്പൊ നമുക്ക് അവരോട് പ്രത്യേക റെസ്പെക്ട് ആണ്. ആ ഫാമിലിയിലെ എല്ലാവരും ടീച്ചർമാരാണ്, നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് ഫാമിലിയുടെ സ്റ്റാറ്റസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ഫാമിലിയുടെ സ്റ്റാറ്റസ് കൂട്ടുന്നത്. Maslow believed that enough gratification of the extreme need lesson that dominate force in the person's life. ഈ എക്സ്ട്രീം നീഡ്സ് ആണ് ഒരു പ്രചോദനം, ആ ഒരു ഫോഴ്സ് മുന്നോട്ട് ആ പേഴ്സന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രചോദനമാണ് ഈ എക്സ്ട്രീം നീഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ എക്സ്ട്രീം നീഡ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്കാണ് എന്ത് പോകുന്നത്? ഈ എക്സ്ട്രീം നീഡ്സ് മൂവ് ചെയ്യുന്നത്. അപ്പോ this makes him move in direction of self-actualization need. Self-actualization need achieve ചെയ്യാനുള്ളൊരു ഡയറക്ഷൻ ആണ് എക്സ്ട്രീം നീഡ് കൊടുക്കുന്നത്. നമുക്കറിയാം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡാണ് എന്ത്? അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഒരു വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മാക്സിമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള നീഡ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പറയില്ലേ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ് ഇന്നതാണെന്ന് പറയില്ലേ, ആ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. ഇതിൽ സെൽഫ് എക്സ്പ്രഷനും സെൽഫ് റിയലൈസേഷനും വരുന്നുണ്ട്. ഒരു വ്യക്തിയെ സ്വയം എന്ത് ചെയ്യുക? തിരിച്ചറിയുക, അതേപോലെ തന്നെ സ്വയം പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യുക, അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ പ്രകടിപ്പിക്കുക. ഇറ്റ് ഈസ് മൂവിംഗ് ടുവേഴ്സ് പെർഫെക്ഷൻ വിച്ച് means fulfilling one individual nature in all its aspects. ഒരു വ്യക്തിയുടെ നേച്ചർ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുക? ഫുൾഫിൽ ചെയ്യുക. അദ്ദേഹത്തിന്റെ പർപ്പസ്, ഒരു വ്യക്തി ഭൂമിയിലേക്ക് വന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് ഫുൾഫിൽ ചെയ്യുന്നതാണ് ഇവിടെ സെൽഫ് ആക്ച്വലൈസേഷൻ നേച്ചർ. Every individual is prone to think that there is something for which he is best suited. നമ്മളൊക്കെ പറയും എന്താണ്? ഓരോ വ്യക്തികളും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സ്യൂട്ടാണ്. The need for self-actualization should be adjusted to the pupil's local environment.
ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച്, പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, അവരെ സംബന്ധിച്ച് അവരെ അത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാലും ഒരു ഭയങ്കരമായിട്ട് വലിയൊരു കാര്യമാണ്. കപ്പാസിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ. ആ കുട്ടിയുടെ സെൽഫ് എക്സ്പ്രഷൻ, അവന് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് നേടിയെടുക്കാനും അവന് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടാണ്. ഓക്കെ, Paris and the recognition in the area of school work make the school work pleasant and the people show advancement in their skill. നമുക്ക് അറിയാം കുട്ടികളുടെ വർക്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യാണ്, അവർക്ക് നല്ല രീതിയിൽ അംഗീകാരം കിട്ടാണ്, റെക്കഗ്നൈസേഷൻ കിട്ടാണ്. ഇപ്പൊ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസോ ചെസ് കോമ്പറ്റീഷൻസോ മറ്റെന്തെങ്കിലും അവരുടെ കഴിവുകളിൽ റെക്കഗ്നൈസേഷൻ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും അവർക്ക് കിട്ടുന്ന. ആ ഒരു സ്കൂളിൽ അവർ വരുമ്പോൾ നല്ല രീതിയിൽ അവർ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. അവരുടെ അഡ്വാൻസ്മെന്റ്, അവരുടെ സ്കില്ലിൽ അഡ്വാൻസ്മെന്റ് കാണിക്കുകയും ചെയ്യും, ഇംപ്രൂവ്മെന്റ് കാണിക്കുകയും ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ രാധാകൃഷ്ണന്റെ വേർഡ്സ് ആണ്. ഫോർ ദ തിങ്കിങ് മൈൻഡ് ഈസ് ബ്ലോസം, ഫോർ ദ ആർട്ട് science to furnish. The first necessary condition is for setting the society to provide security and leisure. Sometimes the high expectation of the parents and teachers provide a stimulate to high performance. നമ്മൾ പറയുന്നത് എന്താ പറയുന്നത്, നമ്മൾ മൈൻഡിനെ എന്ത് ചെയ്യാനായിട്ട്, മനസ്സുകളെ എന്ത് ചെയ്യാനായിട്ട് പൂക്കാനായിട്ട് അനുവദിക്കണം. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങള് ആ കുട്ടികൾക്ക് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു നല്ല സേഫ്റ്റി ആയിട്ടുള്ള നല്ല ഒരു സമൂഹം അവർക്ക് കാഴ്ചവെക്കും. അതേപോലെ ഒത്തിരി എക്സ്പെക്ടേഷൻസ്, നമ്മുടെ ടീച്ചേഴ്സിന്റെ എക്സ്പെക്ടേഷൻസും അതേപോലെ തന്നെ പാരന്റ്സിന്റെയും ഒത്തിരി ഒരു എന്താ പറയാ ഒരു ഹൈ എക്സ്പെക്ടേഷൻസ് നമ്മൾ കുട്ടികളിൽ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്, ചിലപ്പോ അത് പോസിറ്റീവായിട്ടും പറയാം. ചില ടീച്ചേഴ്സും പാരന്റ്സും നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസ് കൂട്ടാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. എക്സ്പെക്ടേഷൻ വരുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരും. ഇത് പറയാൻ കാരണം, ഓവർ എക്സ്പെക്ടേഷൻ പറയാൻ കാരണം, ഞങ്ങളുടെ എന്റെ വീടിനടുത്ത് കഴിഞ്ഞ മാർച്ച് ഒക്കെ ആയ സമയത്ത് ഒരു +2 പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോ എന്റെ വീടിനടുത്തുള്ള കുട്ടികളുടെ ഫ്രണ്ട്സ് ആണ്. അപ്പം ചോദിച്ചു, എന്തുകൊണ്ടാ മോനെ അവൻ ആത്മഹത്യ ചെയ്യാനൊരു കാരണം +2 എക്സാം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിക്കാനായിട്ട് എക്സാം പേടിച്ചിട്ടാണോ, പഠിക്കാൻ എങ്ങനെയാ വീക്ക് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ ഡയലോഗ് ഞാൻ കേട്ടപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം എന്താന്ന് വെച്ചാല്, ഇല്ല ചേച്ചി അവൻ നന്നായിട്ട് പഠിക്കും, അവന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ്, +1 ഫുൾ A+ ആണ്. പക്ഷെ +2 നമുക്കറിയാം, +2 ഇംഗ്ലീഷ് കുറച്ച് ടഫാണ്. അപ്പൊ അത് പേടിയായിരുന്നു, അതിന് A+ മിസ്സാകുമെന്ന് പേടിയുള്ള സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ആ ഒരു പ്രഷർ അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാണ് അവൻ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എടുത്തതെന്ന് പറയും. അപ്പൊ ഓവർ ആവാൻ പാടില്ല, പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ് ഓവർ ആവാനായിട്ട് പാടില്ല, ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ് ഓവർ ആവരുത്. എല്ലാം വരെ കുട്ടികളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. ഓവർ ആയി കഴിഞ്ഞാൽ അത് അവരുടെ മൈൻഡിന് എന്താണ്, ബാഡ് ആയിട്ടാണ് അത് അഫക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നീഡ്സാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ലെവൽ നീഡ് എന്താണ്, ഏറ്റവും ഫൈനൽ ലെവൽ നീഡ് എന്താണ്, അങ്ങനെയൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും, സിമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതേപോലെ ഓർഡർ ചോദിക്കാറുണ്ട്. കുറച്ച് 5 നീഡ്സ് തന്നിട്ട് നമ്മളോട് അതിന്റെ ഓർഡർ പറയാനായിട്ട് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, നന്നായിട്ട് വായിച്ചോട്ട്, നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് ഇപ്പൊ നമ്മൾ റീഡ് ചെയ്ത പാരഗ്രാഫും കൂടി ഒന്ന് റീഡ് ചെയ്തേ എല്ലാവരും. ലാസ്റ്റ് പറഞ്ഞില്ല വലിയ പാരഗ്രാഫ്, അതൊന്ന് റീഡ് ചെയ്തേ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മൾ സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ് പ്രിപ്പയർ ചെയ്തോ നിങ്ങൾ കാർഡ് വെച്ചിട്ട്?
എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം. മാം ഇല്ല. മാം ഒന്നുകൂടി പറയാമോ? ഞാൻ ക്ലാസ് ഇല്ലായിരുന്നു, ഒന്നുകൂടി പറയാമോ ആക്ടിവിറ്റി? അതല്ല, സാൻഡ് പേപ്പറിലേ നമ്മൾ ആൽഫബറ്റ്സ് കട്ട് ചെയ്തിട്ട് അത് പേപ്പറിൽ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യണം. അങ്ങനത്തെ ആക്ടിവിറ്റി നമുക്കുണ്ട് ആൽഫബറ്റ്സ് സാൻഡ് പേപ്പറിൽ. അപ്പൊ അത് ചെയ്തോട്ട് ചോദിച്ചതാണ്. തന്നിട്ടില്ല എല്ലാരും? മാം ആൽഫബറ്റിക് പെൻസിൽ ട്രീ തന്നായിരുന്നു, അത് ഞങ്ങൾ ചെയ്ത്. ജുസ്റ്റിക്സായിരിക്കും തന്നത്. അല്ല, ആതിര മാം ആയിരുന്നു. എന്തായിരുന്നു തന്നത്? ആൽഫബറ്റിക് പെൻസിൽ ട്രീ. പെൻസിൽ ട്രീ. പെൻസിൽ പോലെ വരച്ചിട്ട് ചെയ്യുന്നു. ഓക്കേടാ. ഇത് ചാർട്ട് നമ്മുടെ സാൻഡ് പേപ്പർ ഇല്ലേ, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മരത്തിന് സ്മൂത്ത് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടാവോ? മാം അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ തന്നെ മതിയോ? മനസ്സിലായി. മറ്റേ പോളിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ? ഫർണിച്ചറൊക്കെ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നല്ലേ മാം? ഒരു മിനിറ്റ് കാണിച്ചു തരാം. പോളിഷ് ചെയ്യാൻ. ഞാനത് പ്രസന്റ് ചെയ്യാം. നമ്മുടെ അത് പോളിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് സാധാരണ സ്മൂത്തിനേക്കാൾ കുറച്ച് റഫ് ആണ് അല്ലേ? അപ്പൊ കുട്ടികൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ഈ സാൻഡ് പേപ്പറിന്റെ ആൽഫബറ്റ് കാർഡുകൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ടച്ച് ചെയ്ത് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എന്താണ് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇമേജ് ഇതാണ്. ഇതിപ്പോ ചില കുട്ടികൾ ഗിൽറ്റൻ പേപ്പർ ഇല്ലേ, സാൻഡ് പേപ്പറിന് പകരമായിട്ട് ഗിൽറ്റൻ പേപ്പറിൽ ചെയ്യാറുണ്ട്. അതറിയാൻ മതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാകണം, ഡിഫറൻസ് മനസ്സിലാവണം. ബാക്കിയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനേക്കാളും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. ഇതിലൊക്കെ ഗിൽറ്റൻ പേപ്പർ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, സാൻഡ് പേപ്പർ. മാം നമ്മള് ചാർട്ട് പേപ്പർ ഇത് വെട്ടി ഒട്ടിച്ചാ മതിയോ? മതി. ചാർട്ട് പേപ്പറിന് കുറച്ചും കൂടി നല്ല ബോർഡ്, നല്ല കനം തോന്നാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ വേണമെങ്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം കേട്ടോ. അക്ഷരം വെട്ടി ഒട്ടിച്ചാ മതി അല്ലേ? മതി മതി. കറക്റ്റ് ആയിട്ട് അതൊന്ന് എഴുതിയിട്ട് ടച്ച് ചെയ്യുന്ന നമുക്ക് ഡിഫറൻസ് തോന്നും. വേണ്ട മാം ഇത് വെട്ടി ഒട്ടിക്കണം മാം. എഴുതി വെച്ചാൽ പറ്റുമോ മാം? എന്ത് കളർ അടിച്ചാൽ മതിയോ? അല്ലാതെ കളർ അടിക്കുന്നതല്ലടാ, അങ്ങനല്ലടാ, സാൻഡ് പേപ്പറിൽ ലെറ്റർ നമ്മൾ വെട്ടണം. ഇപ്പൊ എ ആയാലും ബി ആയാലും സാൻഡ് പേപ്പറിൽ വെട്ടിയിട്ട് അത് നമ്മൾ ചാർട്ടിനകത്തോട്ട് അതാ എടുത്ത് ഒട്ടിക്കണ്ടേ. കട്ട് ചെയ്യാൻ പറയണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കി ഓരോന്നും നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്മോൾ ലെറ്റേഴ്സ് വേണം മാം. അതിൽ വേണ്ടത് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ് 0 to 9 വേണം. അപ്പൊ ഇത് ഞാൻ ഓരോ ആഴ്ചയായിട്ട് തരാം. ആദ്യം ചെയ്യാം, ദെൻ സ്മോൾ ലെറ്റർ ചെയ്യാം, ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, ദെൻ സ്മോൾ ലെറ്റർ, ദെൻ നമ്പേഴ്സ്. ഓരോ ആഴ്ചയിലും ഓരോ ആക്ടിവിറ്റി പോലെ ചെയ്യും. ഈ സാൻഡ് പേപ്പർ കടയിൽ കിട്ടത്തില്ലേ മാം? ഈ സാൻഡ് പേപ്പർ കടയിൽ കിട്ടത്തില്ലേ? കടയിൽ കിട്ടും. അതേപോലെ തന്നെ സാൻഡ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ അത് ഗിൽറ്റൻ പേപ്പർ ഉണ്ടല്ലോ, അങ്ങനെ എന്തൊരു സംഭവം കുട്ടികൾ ചെയ്യാറുണ്ട്. ഞാൻ ഇത് കണ്ടു. ഇതല്ലേ കുറച്ചും വ്യത്യാസമുണ്ട്. കുറച്ച് കട്ടിയുള്ള ഫോം ഷീറ്റ് അല്ലേ? അത് ഫോം ഷീറ്റ് വാങ്ങുന്ന കടപുഴയിൽ ആണത്, ഗ്ലിറ്റർ ഫോം ഷീറ്റ്. മാമൊന്ന് കാണിച്ചു തരട്ടെ. നോക്കാം. നോക്കി നിങ്ങള് ഈ സംഭവം ഇത് കട്ട് ചെയ്തെടുക്കാറില്ല. പറയുമോ അതിന്റെ? ഇത് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് മേടിച്ചതായിരുന്നു. ഓൺലൈനിൽ കിട്ടും, ചീപ്പ് റേറ്റ് ആവുള്ളൂ. ഓൺലൈനിൽ കിട്ടും, മീഷോയിലൊക്കെ കിട്ടും. മാം ഇതിൽ എങ്ങനെ ചെയ്യണേ? ഗിൽറ്റ് പേപ്പറിൽ എങ്ങനെ ചെയ്യണത്? അത് നമ്മള് എന്നിട്ട് അത് കട്ട് ചെയ്ത പീസ് ചാർട്ടിൽ ഒട്ടിക്കണം. ഓക്കെ. കുഴപ്പമില്ലല്ലോ, ബാക്കി എല്ലാം ചെയ്യില്ലേ?
അത് ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, ദെൻ സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്. ഇതെല്ലാം ഇനി വരുന്ന വീക്കുകളിൽ ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യാട്ടോ. മാം അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സോ എന്തെങ്കിലും ചെയ്തൂടെ? ജസ്റ്റ് എന്താണ് ഇപ്പൊ ആ ലെറ്റേഴ്സ് ജസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവർക്ക് കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഐസ്ക്രീം സ്റ്റിക്സോ അതൊക്കെ പേസ്റ്റ് ചെയ്യാം, സ്റ്റിക്ക് ചെയ്ത് കൊടുത്തൂടെ? സ്റ്റിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കനത്തിലാക്കിയാൽ മതി. നമുക്ക് കൊണ്ടുപോകാൻ ഓക്കെ പോലെ ഏതാ ഇമാജിനേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നോക്കിയിട്ട് ചെയ്തോ. സ്റ്റിക്ക് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്തോ കേട്ടോ. നമ്മുടെ കയ്യിൽ പിടിച്ചല്ല നോക്കണത്, ആ കാർഡ് എടുത്തിട്ട് നമ്മൾ ടച്ച് ചെയ്താ നോക്കണത്. ഫിംഗർ നമ്മൾ ആദ്യം എന്ന് എഴുതൂലേ, അപ്പൊ ആ എഴുതുന്നതിന് മുമ്പ് ആ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫിംഗറിൽ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ കൈ പിടിച്ച് എന്ത് ചെയ്യേണ്ട, ആൽഫബറ്റ്സ് എഴുതിപ്പിക്കേണ്ടതല്ല. അത് ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്ത് മനസ്സിലാക്കിയവര് ഓട്ടോമാറ്റിക്കലി അത് എഴുതി തുടങ്ങും. എന്ന് അവർ തന്നെ എഴുതും, കാരണം അത് സെൻസ് ചെയ്യാണ്. അതെങ്ങനെയാണെന്ന് അവർക്കത് മനസ്സിലായി. സോ അവർക്കത് സ്വയമേ എഴുതാനായിട്ട് പറ്റും. ഓക്കെ. ഇതിങ്ങനെ കാർഡ് പല കളറിൽ വേണം മാം. ഇതിങ്ങനെ പല കളറിലാക്കും നമ്മള് മേടിക്കും. ഗിൽറ്റർ പേപ്പറിൽ നമ്മൾ ചാർട്ടിൽ ഒട്ടിക്കണോ? ചെയ്ത് കാർഡിലൊട്ടിച്ച് ഇതേപോലെ കാർഡുകളാക്കിയിട്ട് ചെറിയ കാർഡുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിൽ വെക്കാട്ടോ. ഓക്കെ, ബോക്സിൽ എടുത്ത് അത് ബോക്സിലാക്കി വെക്കാം. ഓക്കെ മാം. മാം ഞാൻ ഗിൽറ്റർ പേപ്പറിൽ ABC വെട്ടിയത് കാണിക്കാം. അത് ഇത് ടച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ ഇത് വെട്ടിയെടുക്കാൻ കുറച്ച് മെനക്കെട്ട പണിയാണ്. അത് വരച്ചിട്ട് പക്ഷെ ടച്ച് ചെയ്താൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കേടാ, ഒന്ന് കാർഡ് ആക്കിക്കോട്ടാ. ഇത് മോനെന്ത് വർക്ക് ചെയ്തല്ലേ? ഓക്കേടാ, അതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആൽഫബറ്റ്സ് വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പേഴ്സ് വേണം. ഇത്രയുമാണ് നമുക്ക് ഇനിയുള്ള പ്രശ്നങ്ങൾ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ മാം. ആടാ മാം ഞാനേ ബട്ടൺ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, കാണിക്കട്ടെ? ബട്ടൺ ഫ്രെയിം അല്ലേ? നമ്മൾ എന്നാ പറഞ്ഞിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, അത് ഓരോ വീക്കിൽ കാണിക്കാൻ പറഞ്ഞു മാം. ഓരോന്നോരോന്ന് ഒരു വീക്കിൽ കാണിക്കാനാ പറഞ്ഞേക്കണം മാമിന്റെ ക്ലാസ്സിൽ. ചെയ്തോ കേട്ടോ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. കൊച്ചിന്റെ ഉടുപ്പ് വെച്ച് ചെയ്തതാ, പക്ഷെ അറിയൂല. നന്നായിട്ടുണ്ട്. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെയല്ല, ഞാനിപ്പോ എന്റെ വീട്ടിലുള്ള, ഞാൻ എല്ലാം അന്നെ ചെയ്തായിരുന്നു. കുഴപ്പമില്ല, ഒരു ദിവസം പ്രസന്റ് ചെയ്യട്ടോ. ബാക്കിയുള്ളവര് ഗ്രീഷ്മ, തനൂജ, ലീജ ഇതൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഞാനും ചെയ്തു. ഞാൻ എന്റെ വീട്ടിൽ വന്നേക്കും. ഞാൻ 3 ഫ്രെയിം ചെയ്തു. പക്ഷേ അത് അവിടെ ഇരിക്കുക കോട്ടയത്തെ. ഞാൻ എന്റെ വീട്ടിൽ വന്നേക്കുക. അടുത്ത ആഴ്ച ഞാൻ കാണിക്കാം മാം. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് മാം. ചെയ്യാട്ടോ, ഓരോന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. ചെയ്യാം. കാണിക്കാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. സെൽഫ് ഫ്രെയിം ആണോ?
മാം ആദ്യം എടുത്തോട്ടെ. ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ട് അതിന് ചെറിയൊരു ഹുക്ക് പോലെ കൊടുത്തതാ. പിന്നെ ഒരു സിപ്പ് ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. കാണിക്കാം മാം. മാം ബട്ടൺ ഇത് നമ്മുടെ ഇതെന്ത് വരുന്നു, ബെൽറ്റ് ഫ്രെയിം, പിന്നെ വെൽക്രോ ഫ്രെയിം, പിന്നെ ഷൂ ലേസ്, പിന്നെ ഇത് സിബ് ഫ്രെയിം, ഇത് നമ്മുടെ ഹുക്ക് ആൻഡ് ബട്ടൺ ഫ്രെയിം, പിന്നെ പ്രസ് ബട്ടൺ ഫ്രെയിം, ഇത് മറ്റേ ബക്കിൾ ഫ്രെയിം. നന്നായിട്ടുണ്ട് കേട്ടോ തനുജ. താങ്ക് യു. വേറെ ആരെങ്കിലും പുഷ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു? ഫ്രെയിം ഉണ്ടാക്കാൻ കിട്ടിയില്ല. ഓൺലൈനിൽ ചോദിച്ചാൽ കിട്ടുമോ? ഇതെങ്ങനെ മാം ഇത് എനിക്ക് കിട്ടിയില്ല സാധനം. ഞാൻ കടലിലൊക്കെ ചോദിച്ചു ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത് കിട്ടിയില്ല. വിനിയാണോ? അതെ മാം. എടാ ക്രാഫ്റ്റിന്റെ കടയിൽ നോക്കിയാ? മാം ഞാനേ ലോട്ടസിൽ ചോദിച്ചു, ലോട്ടസിൽ ഇല്ല മാം. ഞാൻ അവിടെ 2 ഷോപ്പിലും ചോദിച്ചു, അവിടെ ഉണ്ടായില്ല. ഞാനപ്പോ അന്ന് മാമിന്റെ നമ്പർ ഒന്ന് അന്വേഷിച്ചായിരുന്നു, അവിടെ ഇല്ല, വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് ചോദിക്കാൻ. അപ്പൊ ജയദീപ് സാർ അവിടെ ഒരു ടൈലറിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ ചോദിച്ചു നോക്കുന്നുണ്ട്, അവിടെ ഒന്നും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് PVC പൈപ്പ് ഇല്ലേ, അത് കട്ട് ചെയ്ത് അത് ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു ഫ്രെയിം ആക്കി എടുത്തു. ഓക്കേടാ, ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ മരപ്പണി ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്നാല് നമുക്ക് ഈ വുഡിന്റെ പീസ് ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള പീസുകൾ കിട്ടും. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഫെവിക്വിക്ക് ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല ഫ്രെയിം നമുക്ക് വീട്ടില് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താ നമ്മളിപ്പോ ഫോട്ടോ ഫ്രെയിം കണ്ടു. ആരാണ് ഫോട്ടോ ഫ്രെയിംസ് കാണിച്ച്? തനുജ ചെയ്യണമെന്ന് തോന്നുന്നത്. തനുജ ചെയ്തിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമിലാണ് അല്ലേ? അതെ മാം, ഫോട്ടോ ഫ്രെയിം ആണ്. അതായാലും മതി. തടി കൊണ്ടുള്ള അല്ല കിട്ടുന്നത്, ഫോട്ടോ ഫ്രെയിം അല്ലാതെ വേറെ ഇതൊക്കെ കൊണ്ടുള്ളതാണ് അവർ കാണിച്ചത്. അപ്പൊ അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല, നമുക്ക് തടി കൊണ്ടുള്ളല്ലേ വേണ്ട. അത് അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല അത്. ഓൺലൈനിൽ നോക്ക്. ഓൺലൈനിൽ ഫുഡിന്റെ പീസ് ഫോട്ടോ ഫ്രെയിം പോലത്തെ കിട്ടുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ മാഡം മേടിച്ചത്. ഓൺലൈനിൽ വാങ്ങിച്ചേ? ഓൺലൈൻ ആകുമ്പോ പ്രൈസ് കുറവായിരിക്കുമല്ലോ. ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കുമ്പോൾ 300 രൂപയ്ക്ക് പറയും. ഇതാകുമ്പോ എനിക്ക് 300 രൂപയ്ക്ക് 8 കിട്ടും. അങ്ങനെ നോക്കട്ടെ ബിനി. ഓക്കെ മാം, താങ്ക് യു മാം. ഞാൻ എന്റെ മോൾക്ക് ടോയ് വാങ്ങാൻ പോയപ്പോ ഇതിപ്പോ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ടോയ് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ മോൾക്ക് ടോയ് വാങ്ങാൻ പോയത്. അപ്പൊ എനിക്കിത് ഫ്രെയിം എല്ലാം കൂടിയുള്ള ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ കണ്ണൂര് ഫ്രെയിം സെറ്റാക്കി തുണിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കും, ഒരു മിനിറ്റ് വീഡിയോ ഓൺ ചെയ്തേ. ഞാൻ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ഇവർക്ക് ടോയ് വാങ്ങാൻ പോയപ്പോ കണ്ടത്. ഇതിനകത്ത് വേറെ ഇങ്ങനെ ഡേയ്സ് ക്ലോക്ക് ഇതേപോലെ കുറെ ഉള്ളത് എനിക്ക് കിട്ടിയപ്പോ ഞാനൊന്ന് വാങ്ങിയതാ. നമുക്ക് പ്രാക്ടീസിനെല്ലാം പോകുമ്പോ ഹോൾഡ് ചെയ്യാനെല്ലാം എളുപ്പമാണല്ലോ. എല്ലാം എടുത്തിട്ട് ലെറ്റേഴ്സ് എല്ലാം ഉണ്ട് ഇതില്. ഇതെനിക്ക് ഏത് ഷോപ്പിൽ നിന്ന് മേടിച്ചേ? കിഡ്സിന്റെ ഞാൻ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ എന്റെ വീടിന്റെ അടുത്ത്.
അത് എല്ലായിടത്തും കുട്ടികളുടെ ഉണ്ട്. ബ്രാഞ്ച് എല്ലായിടത്തും ഉണ്ട്. എത്ര എമൗണ്ട് വരുന്നേ? ഇതിന് എനിക്ക് തോന്നുന്നു 650 അങ്ങോട്ടായതെന്നാ തോന്നുന്നത്. ഇതിന് അത്ര നോൺ പ്രസന്റ് എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങിയതുകൊണ്ട് ഓരോന്നിന്റെ സ്പെസിഫൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. ആ ഒരു എമൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ വാങ്ങിയത് ഇത്. ഇതേപോലത്തെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലിന് പോവില്ലേ, അപ്പൊ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാല് എല്ലാ കുട്ടികൾക്കും മറ്റേ ടൈം അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ 8 പീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 8 പീസ് ഓരോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അത് വേണം, ഭയങ്കര ഇതായിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാം ഇത് പറഞ്ഞ സമയത്ത് വെക്കേഷന്റെ സമയമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എറണാകുളം വരികയും ചെയ്ത് എനിക്ക് എന്റെ മെറ്റീരിയൽസ് എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലല്ലേ. അപ്പൊ എല്ലാം എടുത്തു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് കൊണ്ടുവരാത്. ഇത് കണ്ടിപ്പോ ഞാൻ വാങ്ങി വെച്ചതേ ഉള്ളൂ. ഉപയോഗിക്കാലോ, നമുക്ക് ചെയ്യിച്ച് നോക്കാനൊക്കെ നല്ലതാണ്. ഓക്കെ, അതേപോലത്തെ ടോയ്സ് എനിക്കും മുമ്പും ഒരു കുട്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ടോയ്സ് അവൈലബിൾ ആണ് പറഞ്ഞിട്ട്. അപ്പൊ ബാക്കിയുള്ളവർ കംപ്ലീറ്റ് ചെയ്യാനുള്ളവര് ബാക്കിയുള്ള ഫ്രെയിമുകൾ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡേ ആൽഫബറ്റ്സ് ആണ് കട്ട് ചെയ്ത് നിങ്ങൾ ആൽഫബറ്റ്സ് പ്രസ് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. ആര്യ ക്യൂട്ടാടാ, ഫ്രെയിം അല്ലേ? അതെ മാം, ഇങ്ങനത്തെ ഫ്രെയിമില്ലേ വെൽക്രോ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല, എനിക്ക് ചെയ്യാൻ കിട്ടുമെന്ന് അറിയാൻ ചോദിച്ചതാ. അല്ല, ഇത് ഞാനൊരു ഫോട്ടോ ഫ്രെയിം തന്നെ മേടിച്ചേക്കണം, അവിടെ നിന്ന് തന്നെ മേടിച്ചേക്കണം. ഓക്കേടാ, ചെയ്തോ കേട്ടോ. എല്ലാം ചെയ്തോ, ഇതേപോലെ ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മാം, അനു. പറഞ്ഞോടാ. Good morning, Aparna ma'am. Good morning, my dear friends. Today we are discuss about the need concept. First of all, Aparna ma'am, thanks for spending your valuable time with all students. And I conclude with a thought. Education is the key to unlocking the world, a passport to freedom. ലോകത്തെ തുറക്കുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാസ്പോർട്ട്. Sign out by Anu Thomas. Thank you, ma'am. Thank you all. Have a nice day. Thank you all. Thank you, ma'am.